ഹലോ ഹലോ. ഇന്നുണ്ടല്ലോ അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടായിരുന്നേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യാൻ നമുക്ക് പരുമലപ്പള്ളി പോകാനേ. അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയ വഴിക്കാണ് 8ൻ്റെ പണി കിട്ടിയത്. എന്തുവാണെന്ന് ചോദിച്ചാൽ ഒരു തുള്ളി പോലും തോരാത്ത മഴയായിരുന്നു മുക്കാൽ മണിക്കൂറായിട്ട്. അങ്ങനെ ഞങ്ങളൊരു കടയുടെ ഫ്രണ്ടിലോട്ട് കയറി നിന്നിട്ട് തോരാത്ത ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് യാത്ര അങ്ങ് ആരംഭിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ പരുമലപ്പള്ളി വരെ ചെന്നു. എൻ്റെ അമ്മ ആരെയോ വായി നോക്കുന്നു. ആരെയാണോ എന്തോ ആർക്കറിയാം. അതൊക്കെ എന്തെങ്കിലും ആട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ട് അവിടെ കത്തിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പരുമല തിരുമേനിയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മൾ എവിടെ ചെന്ന് നിന്നാലും ഈ 3 ത്രോണോസും നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ രംഗം കാണുന്നത്. കുറച്ച് മുന്നേ മഴ പെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. ഈ സിഗ്നലൊക്കെ ഇട്ടിട്ട് എൻ്റെ മാതാജി എങ്ങോട്ടാണോ എന്തോ ആർക്കറിയാം. അതിന് ശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം വിശാൽ മാർട്ട് കണ്ടു. അമ്മ ചുമ്മാ എന്നോട് പറഞ്ഞാൽ ഇവിടെ ഒന്ന് കയറാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അമ്മയുടെ സന്തോഷത്തിനായിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തു. അമ്മ അതിൻ്റെ വിഷമത്തിൽ എനിക്ക് ചായയും ഒരു സമൂസയും മേടിച്ചു തന്നു. അങ്ങനെ അത് കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി 12 വന്നു. അങ്ങനെ ബാങ്കിൽ വന്നതിന് ശേഷം അവിടെ കുറച്ച് നേരം പോസ്റ്റായി. പിന്നെ ബ്യൂട്ടി ആവാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ എൻ്റെ മാതാജി കയറി ഒരു ഫേഷ്യലും ത്രെഡും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി. വരുന്ന വഴിക്കാണ് ഉഴുന്നുവടയും ഉള്ളിവടയൊക്കെ കണ്ടു. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് ഇത് മുണുങ്ങുമായിരുന്നേ. എന്നിട്ട് പിന്നെ ആണെങ്കിൽ ചായയും കൂടെ ഉണ്ടാക്കി ഉഷാറായി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ശരി.